വൈക്കം സത്യഗ്രഹം സ്വയം നവീകരണത്തിൻ്റെ സാക്ഷ്യപത്രം. സഞ്ചാര സ്വാതന്ത്ര്യമെന്ന വാക്ക് അപരിചിതമായിരുന്ന കാലത്ത് ദേശാഭിമാനി TK മാധവന്റെ നേതൃത്വത്തിൽ 100 വർഷം മുമ്പ് വൈക്കത്ത് നടത്തപ്പെട്ട ഐതിഹാസിക സമരത്തിൻ്റെ പ്രതിഫലനം ഇന്നും നമ്മുടെ സമൂഹത്തിൽ കാണാം. ദേശാഭിമാനി TK മാധവൻ, KP കേശവമേനോൻ, ബാരിസ്റ്റർ AK പിള്ള, കേരള ഗാന്ധി K കേളപ്പൻ, ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ, കണ്ണൻതോടത്ത് വേലായുധമേനോൻ, TR കൃഷ്ണസ്വാമി അയ്യർ ശബരിയാശ്രമം, കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, ചിറ്റേടത്ത് ശങ്കുപിള്ള, രാമനിളയത് തുടങ്ങിയവരാണ് ഈ സാമൂഹ്യ പരിഷ്കരണ സമരത്തിന് നേതൃത്വം നൽകിയത്. ഹിന്ദുമതം ലോകത്തിലെ അതിപ്രാചീന മതങ്ങളിലൊന്നാണ്. ഈ ദീർഘകാല ജീവിതത്തിനിടയിൽ പല ദശകളിലൂടെ ഈ മതത്തിന് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. ഈ മതത്തിനുണ്ടായ പോലെ ശത്രുബാധ മറ്റൊരു മതത്തിനുമുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇടപെടലുകളാൽ വിശ്വാസികൾക്കിടയിൽ മതവിഷയങ്ങളിൽ അനാസ്ഥയും അവിശ്വാസവും ഉണ്ടാകുന്നത് സഹജമായി. അതോടെ അനാചാരങ്ങളും വന്നു ചേർന്നു. എന്നാൽ ഹിന്ദുമതം പരിഷ്കരണത്തിന് എതിരായിരുന്നില്ല. കാലാകാലങ്ങളായി അടിഞ്ഞുകൂടിയ അഴുക്കുകൾ കഴുകിക്കളഞ്ഞ് ശുദ്ധിയാക്കാൻ സനാതനധർമ്മത്തിന് കഴിയാറുണ്ട്. അത്തരത്തിലൊരു പരിഷ്കരണ മുന്നേറ്റമായിരുന്നു വൈക്കം സത്യഗ്രഹം. റോഡുകൾ പൊതുജന സഞ്ചാരത്തിനുള്ളവയാണ്. അത്തരത്തിൽ നിയമങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ വൈക്കം ക്ഷേത്രത്തിന് ചുറ്റിലുമുള്ള മതിലിന് പുറമേ വലയം ചെയ്തിരിക്കുന്ന റോഡിൽ കൂടി എല്ലാ മനുഷ്യർക്കും അന്ന് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നില്ല. ഇതിനു പിന്നിൽ ആരുടെ നിർദ്ദേശമാണ് എന്നത് അജ്ഞാതമാണ്. ആചാരം എന്ന് വിളിച്ച് ഈ ദുഷ്കർമ്മം തുടർന്നു പോന്നു. ക്ഷേത്രത്തിലേക്കുള്ള 4 മാർഗങ്ങളിലും തീണ്ടൽ പലകകൾ എന്ന് വിളിക്കപ്പെട്ടു വരുന്ന ഓരോ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ മുതൽ ക്ഷേത്രസങ്കേതമാകയാൽ ഈഴവർ, പുലയർ മുതലായ തീണ്ടൽ ജാതിക്കാർ പ്രവേശിക്കാൻ പാടില്ല എന്നായിരുന്നു ആ പലകയിൽ എഴുതിയിരുന്നത്. ഈ പലകകൾക്ക് സത്യത്തിൻ്റെയോ ധർമ്മത്തിൻ്റെയോ അടിസ്ഥാനമില്ലായിരുന്നു. 1924 ജനുവരി 20 എറണാകുളത്ത് ചേർന്ന ഐത്തോച്ചാടന സമിതി സമരപരിപാടികൾ ആസൂത്രണം ചെയ്തു. തുടർന്ന് ഫെബ്രുവരി 16 കൊല്ലത്ത് ചേർന്ന യോഗത്തിൽ ഐത്തത്തിനും തീണ്ടലിനും എതിരായ പ്രമേയം പാസാക്കി. TK മാധവൻ, കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, കൃഷ്ണസ്വാമി അയ്യർ, K കേളപ്പൻ തുടങ്ങിയവർ ഈ കമ്മിറ്റിക്ക് നേതൃത്വം നൽകി. നാനാജാതി ഹിന്ദുക്കൾ ഒരുമിച്ച് ഒരു യോഗം വൈക്കത്ത് നടന്നു. 1924 ഫെബ്രുവരി 29 വെള്ളിയാഴ്ച നാനാജാതി ഹിന്ദുക്കളെയും കൂട്ടിച്ചേർത്ത് ഒരു ഘോഷയാത്ര നടത്തുവാൻ തീരുമാനിച്ചു. എന്നാൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ സ്വാധീനം പിടിച്ചുപറ്റി ഒരു നിരോധന ഉത്തരവ് കോട്ടയം ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൽ നിന്നും ശത്രുപക്ഷത്തുള്ളവർ കൈക്കലാക്കി. TK മാധവൻ, KP കേശവമേനോൻ, K വേലായുധമേനോൻ, AK പിള്ള തുടങ്ങിയവരും താഴ്ന്ന ജാതിക്കാരും വൈക്കം ക്ഷേത്രത്തിന് ചുറ്റിലുമുള്ള വഴികളിൽ നടക്കാൻ പാടില്ല. അങ്ങനെ പ്രവേശിക്കാൻ ആരും അവരെ പ്രേരിപ്പിക്കരുതെന്നും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഉത്തരവിട്ടു. അതോടെ ഘോഷയാത്ര എന്ന പദ്ധതിക്ക് പകരം സത്യഗ്രഹം എന്ന സമര പരിപാടിയിലേക്ക് കാര്യങ്ങൾ മാറി. 1924 മാർച്ച് 30 ഞായറാഴ്ച രാവിലെ മുതൽ സത്യഗ്രഹം ആരംഭിക്കുവാൻ തീരുമാനമായി. അതിനായി തയ്യാറായ വാളണ്ടിയർമാർക്ക് മാനസികമായ ഉറപ്പുണ്ടാകുവാൻ ഞാൻ ഹിന്ദുവാണ് എന്ന് തുടങ്ങുന്ന ശക്തമായ പ്രതിജ്ഞയുമുണ്ടായിരുന്നു. അങ്ങനെ നിശ്ചയിക്കപ്പെട്ട ദിവസം വന്നു ചേർന്നു. മീനം 17 സൂര്യവാരത്തുനാൾ സൂര്യോദയത്തോടെ പോലീസുകാർ വൈക്കം ക്ഷേത്രത്തിന്റെ മുൻവശത്തും മറ്റും വന്നു നിരന്നു. വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ട കുഞ്ഞാപ്പി, ബാഹുലേയൻ, KM ഗോവിന്ദപ്പണിക്കർ എന്നീ 3 യുവാക്കളായിരുന്നു ആദ്യമായി സത്യഗ്രഹത്തിന് ഒരുങ്ങിയിട്ടുള്ളത്. കുളിച്ച് ശുഭ്രവസ്ത്രം ധരിച്ച് ചന്ദനാദി സുഗന്ധദ്രവ്യങ്ങൾ ലേപനം ചെയ്ത് പരമേശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് അവർ നിൽക്കുന്നത് കണ്ടാൽ ഏത് മനുഷ്യ മനസ്സാണ്
അലിയാത്തത്? സമൂഹത്തിന് വേണ്ടിയുള്ള അവരുടെ ത്യാഗ മനസ്സ് എത്രയോ വലുതാണ്. പ്രാണൻ തന്നെ ത്യജിക്കാൻ അവർ തയ്യാറായിരുന്നു. സത്യം, ധർമ്മം, നീതി എന്നീ തൃത്വത്തിൽ വിശ്വസിക്കുന്ന ആസ്തികന്മാർ. അവരെ പോലീസുകാർ തടഞ്ഞു. അവരുടെ ജാതി ചോദിച്ചു. അവരിൽ തീണ്ടൽ ജാതിക്കാർ ഇതുവഴി കടന്നുപോകാൻ പാടില്ല എന്ന് പോലീസുകാർ പറഞ്ഞു. ഞങ്ങൾക്ക് ഇതിലെ കടന്നുപോകുവാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വാളണ്ടിയർമാർ പിന്നെയും മുന്നോട്ട് നടന്നു. തുടർന്ന് പോലീസുകാർ അവരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. പിറ്റേ ദിവസവും രാവിലെ 3 പേരെ സത്യഗ്രഹത്തിന് അയക്കാൻ തീരുമാനമായി. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് സത്യഗ്രഹ നേതാക്കന്മാർക്ക് നിരോധന ഉത്തരവ് കൊടുത്തു. ഉത്തരവ് കൈപ്പറ്റിയെങ്കിലും അനുസരിക്കാൻ തയ്യാറല്ല എന്നായിരുന്നു സത്യഗ്രഹ നേതാക്കന്മാരുടെ മറുപടി. പിറ്റേ ദിവസം ടി.കെ. മാധവൻ, കെ.പി. കേശവമേനോൻ എന്നിവർ സത്യഗ്രഹത്തിനു പോയി. അവരെയും പോലീസുകാർ തടഞ്ഞു, അറസ്റ്റ് ചെയ്തു. 6 മാസം തടവും 500 രൂപ പിഴയുമാണ് അവർക്ക് ലഭിച്ചത്. മഹാത്മാഗാന്ധി അവരെ അഭിനന്ദിച്ചുകൊണ്ട് കത്തെഴുതി. സത്യഗ്രഹ പരിപാടി തുടർന്നുകൊണ്ടിരുന്നു. അറസ്റ്റും തുടർന്നുകൊണ്ടിരുന്നു. സർക്കാർ സത്യഗ്രഹികളെ അറസ്റ്റ് ചെയ്യുന്നതിനു പകരം വഴിയിൽ ബാരിക്കേഡുകൾ ഉയർത്തി നിരോധിക്കപ്പെട്ട റോഡുകളിൽ അവർ പ്രവേശിക്കുന്നത് തടഞ്ഞു. ഇതിനോട് സത്യഗ്രഹികൾ പ്രതികരിച്ചത് നിരാഹാരമനുഷ്ഠിച്ചുകൊണ്ടാണ്. എന്നാൽ ഈ സമരത്തിന്റെ ഭാഗമായി നിരാഹാരമനുഷ്ഠിക്കുന്നതിന് ഗാന്ധിജി അനുകൂലമല്ലായിരുന്നു. ദിനംപ്രതി വാളണ്ടിയർമാരുടെയും സന്ദർശകരുടെയും എണ്ണം കൂടിക്കൊണ്ടിരുന്നു. ആശ്രമത്തിൽ സ്ഥലം ഇല്ലാതായി തീർന്നതിനാൽ ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ആശ്രമത്തിൽ 2-3 വലിയ പന്തലുകൾ കെട്ടിയുണ്ടാക്കേണ്ടി വന്നു. നേതാക്കൾ നാടെങ്ങും സഞ്ചരിച്ച് പ്രസംഗങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചു. ഇതിനിടയിൽ മഹാത്മാഗാന്ധിയെപ്പോലും നേരിൽ കണ്ട് തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമമുണ്ടായി. മദനമോഹന മാളവ്യയെപ്പോലുള്ളവർ സത്യഗ്രഹത്തിന് അനുകൂല നിലപാടെടുത്തു. നിരവധി മാധ്യമങ്ങൾ സത്യഗ്രഹത്തെപ്പറ്റിയുള്ള വാർത്തകളും നിലപാടുകളും കൊണ്ട് സമരത്തിന് ശക്തി പകർന്നു. പൊതുസമൂഹത്തിൽ പതുക്കെ ഒരു അനുകമ്പ പ്രകടമായി തുടങ്ങി. ഏപ്രിൽ മാസത്തോടെ കാര്യങ്ങൾ കൂടുതൽ സജീവമായി. സാധു ശിവപ്രസാദ്, വാഗ്ഭടാനന്ദ സ്വാമികൾ, കെ.പി. കയ്യാലയ്ക്കൽ, സ്വാമി ബ്രഹ്മവ്രതൻ, സി. കൃഷ്ണൻ, കെ. അയ്യപ്പൻ, പവിത്രൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, കെ. ജി. കുഞ്ഞികൃഷ്ണപിള്ള തുടങ്ങി നിരവധി പ്രമുഖർ സത്യഗ്രഹ പന്തലിലേക്ക് എത്തിത്തുടങ്ങി. തമിഴ്നാട്ടിൽ നിന്ന് ഇ.വി. രാമസ്വാമി നായ്ക്കർ ഭാര്യ നാഗമ്മയോടൊപ്പമെത്തി സത്യഗ്രഹത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ചു. ബാരിസ്റ്റർ ജോർജ് ജോസഫിനെ പോലുള്ള അന്യമതസ്ഥരുടെ സാന്നിധ്യവും ഈ സമരത്തിലുണ്ടായിരുന്നു. എന്നാൽ കേരളത്തിന് പുറത്തുള്ളവരുടെയോ ഹൈന്ദവരല്ലാത്തവരുടെയോ സഹായം ഈ സത്യഗ്രഹത്തിന് സ്വീകരിക്കുന്നതിന് ഗാന്ധിജി അടക്കമുള്ളവർക്ക് താൽപ്പര്യമുണ്ടായിരുന്നില്ല. കേരളത്തിലെ ഹിന്ദു സമുദായത്തിലെ ഒരു കളങ്കം ഇല്ലായ്മ ചെയ്യാനുള്ള ഈ സമരത്തിൽ കേരളത്തിലെ ഹിന്ദുക്കൾ മാത്രം പങ്കെടുത്താൽ മതിയെന്നായിരുന്നു ഗാന്ധിജിയുടെ നിലപാട്. 1924 സെപ്റ്റംബർ 27 ശ്രീനാരായണ ഗുരു വൈക്കം സന്ദർശിച്ചു. ഗുരുദേവന്റെ സന്ദർശനം സത്യഗ്രഹികൾക്ക് കൂടുതൽ ശക്തി പകർന്നു. ആക്ടിംഗ് ദിവാൻ മിസ്റ്റർ വീരരാഘവ അയ്യങ്കാർ സത്യഗ്രഹികളെ നേരിട്ട് കണ്ട് ചർച്ച നടത്തി. സ്വാമി ശ്രദ്ധാനന്ദജി വൈക്കത്ത് ഐത്തോച്ചാടന കമ്മിറ്റിക്ക് ആവശ്യമായ ധനസഹായം ഉറപ്പുകൊടുക്കുകയും 1000 രൂപ സംഭാവനയായി നൽകുകയും ചെയ്തു. തുടർന്ന് നടന്ന സവർണ അവർണ സമ്മേളനത്തിൽ 15,000-ഓളം ആളുകൾ പങ്കെടുത്തു. സത്യഗ്രഹ സമരഭടന്മാർക്ക് പലതരത്തിലുള്ള അപമാനവും നേരിട്ടിരുന്നു. ശ്രീമാൻ ഗാന്ധിദാസ് മുത്തുസ്വാമി ഒരു നായർ സഹോദരനോടും ഒരു ഈഴവ സഹോദരനോടും കൂടി സത്യഗ്രഹം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തുള്ള പീടികകളിൽ നിന്നും അവരുടെ മേൽ പലരും മുറുക്കി തുപ്പുകയും ചുണ്ണാമ്പും അടയ്ക്കാച്ചവറും വലിച്ചെറിയുകയും ചെയ്തു. അതുമാത്രമായിരുന്നില്ല, സമരഭടന്മാരെ ശാരീരികമായും ആക്രമിച്ചിരുന്നു. 50ഓളം സവർണർ ചേർന്ന്
സത്യഗ്രഹ വാളണ്ടിയർമാർ നടത്തിയ ഭജന പരിപാടിയിൽ നിന്നും താഴ്ന്ന ജാതിക്കാരെ പിടിച്ചിറക്കി ക്രൂരമായി മർദ്ദിച്ച ചരിത്രവുമുണ്ട്. പെരുമ്പളം ആമചാടി തുരുത്തിൽ നിന്നെത്തിയ പുലയ സമുദായക്കാരനായ തേവനെയും മൂവാറ്റുപുഴക്കാരൻ രാമൻ ഇളയതിനെയും പച്ച ചുണ്ണാമ്പെഴുതി കണ്ണുപൊട്ടിച്ചു. തിരുവല്ല ചിറ്റേടത്ത് ശങ്കുപ്പിള്ള മർദ്ദനത്തിൽ പരിക്കേറ്റ് പിന്നീട് മരിച്ചു. പലരും മർദ്ദനത്തിൽ ബോധം കെട്ടു വീണിട്ടുണ്ട്. പോലീസുകാരുടെ ക്രൂരമർദ്ദനവുമുണ്ടായി. പഞ്ചാബിൽ നിന്നും അകാലികൾ വൈക്കം സത്യഗ്രഹത്തിന് പിന്തുണ അറിയിച്ചെത്തി. സ്ത്രീ സാന്നിധ്യവും സജീവമായിരുന്നു സത്യഗ്രഹത്തിന്. ഗാന്ധിജി 1924 മാർച്ച് 9 വൈക്കത്തെത്തി. ഗാന്ധിജിയുടെ വരവ് സമരത്തിന് ശക്തി പകർന്നു. കാര്യങ്ങൾക്ക് മാറ്റം വന്നു തുടങ്ങി. എതിർചേരി ദുർബലമായി. ജയിലിലടച്ച നേതാക്കന്മാരെ വിട്ടയച്ചു തുടങ്ങി. സത്യഗ്രഹത്തിനെതിരെ നിൽക്കരുതെന്ന് സവർണരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുവാൻ സർക്കാർ ഉദ്യോഗസ്ഥരെ തന്നെ ഗവൺമെന്റ് ചുമതലപ്പെടുത്തി. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ 500 പേരടങ്ങിയ സവർണ പദയാത്ര 1924 നവംബർ 1 വൈക്കത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. പദയാത്രയ്ക്ക് അത് എത്തിയിടത്തൊക്കെ വലിയ സ്വീകരണമാണ് ലഭിച്ചത്. ഇടയ്ക്ക് യാത്രികർ ശിവഗിരിയിൽ ചെന്ന് നാരായണ ഗുരുവിൻ്റെ അനുഗ്രഹം വാങ്ങി. തിരുവനന്തപുരത്തെത്തുമ്പോൾ പദയാത്രയിൽ 5000 ആളുകളുണ്ടായിരുന്നു. അതേ ദിവസം തന്നെ ശുചീന്ദ്രത്ത് നിന്ന് പെരുമാൾ നായിഡുവിൻ്റെ നേതൃത്വത്തിൽ 1000 പേരടങ്ങിയ അത്തരം മറ്റൊരു പദയാത്രയും തിരുവനന്തപുരത്തെത്തി. അവിടെ ഒരു പൊതുസമ്മേളനവും നടത്തി. ഹൈന്ദവ ജനതയുടെ മാറിയ മനസ്സായിരുന്നു ഈ പദയാത്രകളിൽ പ്രതിഫലിച്ചത്. 1924 നവംബർ 13 ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിനിധി സംഘം റീജന്റ് മഹാറാണി സേതു ലക്ഷ്മിഭായിയെ കണ്ട് 25,000 സവർണർ ഒപ്പിട്ട ഒരു മെമ്മോറാണ്ടം സമർപ്പിച്ചു. SNDP കാര്യദർശി N. കുമാരൻ 1925 ഫെബ്രുവരി 7 നിയമസഭയിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചെങ്കിലും അത് 21-നെതിരെ 22 വോട്ടിന് പരാജയപ്പെട്ടു. സമരപരിപാടികൾ കൂടുതൽ ശക്തമായി മുന്നോട്ടു തുടർന്നു. ഒടുവിൽ നിരോധന ഉത്തരവുകൾ പിൻവലിക്കാമെന്ന് സർക്കാർ സമ്മതിച്ചു. ഉത്തരവ് നടപ്പാകുവാൻ വേണ്ടി വന്ന 1 മാസം കൂടി പ്രക്ഷോഭം നീണ്ടുനിന്നു. വിഖ്യാതമായ ക്ഷേത്രപ്രവേശന വിളംബരത്തിലേക്ക് വഴിമരുന്നാകുവാൻ വൈക്കം സത്യഗ്രഹത്തിന് സാധിച്ചു. ആത്യന്തികമായി ഈ സമരം നൽകുന്ന പാഠമെന്താണ്? സാമൂഹിക സമരസതയുടെ പുതുചരിത്രമെഴുതുവാൻ ഹിന്ദു സമൂഹം സ്വയം നവീകരണത്തിൻ്റെ പാത തിരഞ്ഞെടുത്തു എന്നതാണ് ഈ സമരത്തിൻ്റെ പ്രധാന സവിശേഷത. പ്രതിസന്ധികളിൽ നിന്നും ഒരു സമൂഹം സ്വമേധയാ പുറത്തു വന്നത് എങ്ങനെ എന്ന് വരും തലമുറയ്ക്ക് മുന്നിൽ ബോധ്യപ്പെടുത്തുവാനുള്ള ചരിത്രപാഠമാണ് വൈക്കം സത്യഗ്രഹം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി ആരംഭിച്ച് ക്ഷേത്രപ്രവേശനത്തോളമെത്തിയ സത്യഗ്രഹത്തിൻ്റെ ധാരയെ കെടാതെ സൂക്ഷിക്കണം. ക്ഷേത്രപ്രവേശനം മാത്രമല്ല, പൂജ ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ലഭിക്കുവോളം ഈ ധാരയെ നാം മുന്നോട്ട് കൊണ്ടുപോകണം. ക്ഷേത്രഭരണം വിശ്വാസികളിൽ എത്തുന്നതുവരെയും ഈ മുന്നേറ്റം തുടരട്ടെ.